ജെബി മേത്തർ തന്നെ നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഒരുപക്ഷെ താങ്കൾ അവിടെ ആയതിനെ കൊണ്ട് ഈ സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞത് കേട്ട് കാണില്ല, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുകയാണ്. അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ താങ്കളുടെ അടുത്തേക്ക്, താങ്കൾ നിരാഹാരം ഇരിക്കുന്ന ആ സ്ഥലത്തേക്ക് വരാൻ അദ്ദേഹത്തിന് കഴിയില്ല, മരണാനന്തര ചടങ്ങുകൾ ഇനിയും ബാക്കിയുണ്ട്. ദയവ് ചെയ്ത് താങ്കളുടെ നിരാഹാര സമരം അവസാനിപ്പിക്കണം, CBI അന്വേഷണം അതാവാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നാണ്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സമരം അവസാനിപ്പിക്കുമോ? കേരളത്തിലെ അമ്മമാരുടെ ഒരു വികാരമാണ് നമ്മൾ ഈ ഒരു സമരത്തിലൂടെ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചതും. എത്രത്തോളം ക്രൂരമായാണ് സിദ്ധാർത്ഥനെ SFIക്കാർ ഉപദ്രവിച്ചതെന്നും അത് ഓരോ അമ്മമാർക്കും ഞെട്ടലാണ് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. ഏതായാലും ഇത് അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയം ആയതുകൊണ്ടാണ്, പൊതുസമൂഹത്തെ പോലും ഞെട്ടിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് ഈ ഏറ്റവും തീവ്രമായ നിരാഹാര സമരത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും KSU പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് പ്രസിഡന്റും ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ഒരു സമരത്തിലേക്ക് കടന്നത്. ഇപ്പോ ഈ ഒരു വാർത്ത നമുക്ക് വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ ഒരു ഉചിതമായ തീരുമാനം ഉടനെ തന്നെ കൈക്കൊള്ളുന്നതായിരിക്കും. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇതിൽ SFIക്കാർ അഴിഞ്ഞാടിയ, അല്ലെങ്കിൽ ഈ ഒരു സിദ്ധാർത്ഥൻ നേരിടേണ്ടി വന്ന ക്രൂരത എന്ന് പറയുന്നത് കേരള സമൂഹത്തെ ഒന്നാകെ ഞെട്ടിച്ചു എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് പോലും അതിന്റെ ഒരു തീവ്രത മനസ്സിലായിക്കൊണ്ടായിരിക്കും അദ്ദേഹം വേറെ ഈ ഒരു ഇതിലേക്ക് പോകാനുള്ള, അതായത് ഒരു CBI ഇൻവെസ്റ്റിഗേഷൻ, ഞങ്ങളുടെ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ആവശ്യവും CBI ഇൻവെസ്റ്റിഗേഷൻ തന്നെ ആയിരുന്നു. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത്, ഇപ്പോൾ മുഖ്യമന്ത്രി ഏത് രീതിയിൽ ആ CBI അന്വേഷണത്തെ കുറിച്ച് അറിയിക്കുമെന്ന് അറിയില്ല, പക്ഷെ എന്തായാലും ഒരു CBI അന്വേഷണം അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമുണ്ടായിരുന്നത്. അതിനൊരു ഉറപ്പ് വരുന്നുണ്ട് CMന്റെ ഭാഗത്തു നിന്നാണ് കുടുംബം പറയുന്നത്. അത് ഒരു വാർത്താ സമ്മേളനത്തിലോ മറ്റോ മുഖ്യമന്ത്രി അറിയിക്കുമെന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പൊ അതേതായാലും ഇപ്പൊ ഈ ഒരു വാർത്ത ജസ്റ്റ് നമുക്ക് വരുന്നേ ഉള്ളൂ, കിട്ടിയിട്ടേ ഉള്ളൂ. ഞങ്ങൾ ഒരു കൂട്ടായ തീരുമാനം എടുത്ത് അത് അറിയിക്കുന്നതായി.